രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാധയുടെ പ്രണയം 125 എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. അതിനെനിക്ക് അനുഗ്രഹവും ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാം തന്ന എൻ്റെ രാധാറാണി അമ്മയ്ക്ക് കോടി 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 നമസ്കാരം. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റ് എടുത്താൽ കാണാവുന്നതാണ്. ഇപ്പം നിങ്ങൾ 125 തൊട്ട് കണ്ടു തുടങ്ങുക. സമയം കിട്ടുമ്പോൾ പതുക്കെ ഓരോന്നായിട്ട് നിങ്ങൾ കാണുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടുന്നതായിരിക്കും. ചൊവ്വാഴ്ച രാധയുടെ പ്രണയം, വ്യാഴാഴ്ച 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ് എടുക്കുന്നുണ്ട്. വെള്ളിയാഴ്ച 12 മണിക്ക് മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ധർമ്മപദത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ഇതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. അതുകൂടാതെ ഞാൻ കൊല്ലത്താണ്. കൊല്ലത്ത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നേരിട്ട് എടുക്കുന്നുണ്ട്. ദൂരെ നിന്നൊക്കെ ആളുകൾ ഇവിടെ വന്ന് താമസിച്ച് പഠിച്ചിട്ട് പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ കുറേ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. 9645333999 നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. തികച്ചും സൗജന്യമായിരിക്കും. അതുപോലെ ഇതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട്. നിശ്ചയമായും കാണണം. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്നത് എല്ലാ ഹിന്ദുക്കളും കേട്ടിരിക്കണം. അതുപോലെ തന്നെയാണ് നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി നമ്മുടെ മൂകാംബിക ക്ഷേത്രവും തിരുപ്പതി ക്ഷേത്രവും ഉടുപ്പി ക്ഷേത്രവും പത്മനാഭസ്വാമി ക്ഷേത്രവും എല്ലാം ഉൾപ്പെടെ പ്രധാനപ്പെട്ട നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെ കുറിച്ചുണ്ട്. അപ്പോൾ ടെമ്പിൾസ് എന്ന ഹെഡിങ്ങിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം. പിന്നെ നമുക്ക് ഭക്തമീരയുടെ ഉണ്ട്. ജനറൽ എന്ന ഐറ്റത്തിൽ നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. ഓം രാധായേ സ്വാഹ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ രാധേ
രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാ റാണി की ജയ്. എൻ്റെ മാതാവ് രാധാ റാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ രാധാ റാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന എൻ്റെ രാധാ റാണി അമ്മക്ക് ജയ്. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയം ആരംഭിക്കാം. 125-ാമത്തെ എപ്പിസോഡാണ്. അതുപോലെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും രാധാറാണിയെക്കുറിച്ച് ഗാനം എഴുതി എനിക്ക് അയച്ചു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അയച്ചു തരണേ എന്ന് പറഞ്ഞു. എനിക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, കഠിന രാധാഭക്തരായിരിക്കണം. രാധാറാണിക്കപ്പുറം യാതൊന്നുമില്ല എന്ന് കരുതുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർ വേണം എനിക്ക് അയച്ചു തരാൻ. രാധാറാണി ദ സുപ്രീം ഗോഡ് എന്ന് കരുതുന്നവർ വേണം എനിക്ക് ഈ രാധേ രാധേ ചാനലിലേക്ക് ഇത് അയച്ചു തരാനായിട്ട്. അപ്പോൾ അത് തികച്ചും അത് അംഗീകരിച്ചു. ഇത് കേട്ടതിന് ശേഷം നമ്മുടെ ഗുജറാത്തിൽ ജാംനഗറിൽ താമസിക്കുന്ന സ്നേഹ സുരേന്ദ്രൻ രാധാറാണിയുടെ ഒരു കഠിന ഭക്തയാണ്. രാധേ രാധേ ചാനൽ നിത്യം കാണുന്നതാണ്. രാധാറാണിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്നതാണ്. സ്നേഹ സുരേന്ദ്രൻ രാധാറാണിയെക്കുറിച്ച് മനോഹരമായി പാടി ഒരു ഗാനം നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമുക്കത് കേൾക്കാം. അതിനു മുമ്പ് ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളിലെ കഠിന രാധാഭക്തര് രാധാറാണിയെക്കുറിച്ചുള്ള കവിത എഴുതി ചൊല്ലി കേൾപ്പിച്ചാലും മതി. സ്വരമൊന്നും ഒരു പ്രശ്നമല്ല. രാധാറാണിയെക്കുറിച്ച് നിങ്ങൾ എന്തു വേണമെങ്കിലും നിങ്ങൾ ചൊല്ലി അയച്ചോളൂ. അവിടെ സ്വരമധുരം വേണമെന്നോ അങ്ങനെങ്ങോ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് പാടി അയക്കാം, അല്ലെങ്കിൽ കവിത പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൊല്ലി നിങ്ങൾക്ക് അയച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് വായിച്ചു വിട്ടാലും മതി. കാരണം രാധാജിക്ക് മുൻഗണന കൊടുക്കുന്നതായിരിക്കണം. രാധാജിക്ക് അപ്പുറം ആരുമില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന അല്ല, അതിൻ്റെ ദർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് നന്നായിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. രാധാറാണിക്ക് അപ്പുറം ഒന്നുമില്ല. ബാക്കി നിങ്ങൾ ആരാധിക്കുന്ന സകല ദൈവങ്ങളും രാധാറാണിക്ക് താഴെ തന്നെയാണ്. അതറിയാൻ വയ്യാത്തവർ അതിനെക്കുറിച്ച് പലതും പറയും. അതിലേക്ക് നമ്മൾ ചെവി പോലും കൊടുക്കണ്ട. ആ രാധാറാണിയോട് സ്നേഹമുള്ളവർ, രാധാറാണിയെ സുപ്രീം ഗോഡസായി കാണുന്നവർ, നിങ്ങൾക്ക് പാടാമെങ്കിൽ പാടുക, ചൊല്ലി അയക്കാമെങ്കിൽ ചൊല്ലി അയക്കുക. ഒന്നുമില്ലെങ്കിൽ എഴുതിയത് ഒന്ന് വായിച്ചാൽ പോലും ഞാൻ ഇതിനകത്ത് ഇടുന്നതാണ്. അപ്പൊ ഇപ്പം നമുക്ക് അപ്പൊ നിങ്ങൾ അങ്ങനെ ചൊല്ലി ഇടുകയൊക്കെ ചെയ്യുന്നെങ്കിൽ എൻ്റെ 96453339 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി. അപ്പൊ ഇന്ന് തൊട്ട് രാധാറാണിയോട് സ്നേഹമുള്ളവർ, ഇനി ഞങ്ങൾക്ക് ചൊല്ലാൻ പോലും ഒരു കഴിവില്ല, മടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വരികൾ എഴുതി അയച്ചാൽ മതി. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ വരികൾ ഞാൻ ചൊല്ലി അവതരിപ്പിക്കും. നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോട്ടോയും വെച്ചതിന് ശേഷം ഇതിനടുത്ത് ഇന്നാളെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എഴുതി അയക്കൂ. മാക്സിമം 2 മിനിറ്റ്. ഇപ്പോൾ സ്നേഹ സുരേന്ദ്രൻ, ഗുജറാത്തിലെ ജാംനഗറിലുള്ള സ്നേഹ സുരേന്ദ്രൻ പാടുന്നത് കേട്ടുള്ളൂ. ജയ രാധാറാണി ജയ ശ്രീ കൃഷ്ണ പ്രിയേ, ഗോലോകത്തിനധീപതിയേ, പ്രാർത്ഥനാ ഗീതവും പാൽപായസവും ഭക്തിയോടായി സമർപ്പിച്ചിടാം. ജയ രാധാറാണി ജയ ശ്രീ കൃഷ്ണ പ്രിയേ, ഗോലോകത്തിനധീപതിയേ. ഹേ സുന്ദരി രാധേ മനുമോഹിനി, കൃഷ്ണ ഹൃദയം കവർന്ന നിരാസേശ്വരി, പ്രണയലീല നൃത്തമരങ്ങേറുമ്പോൾ രാധാകൃഷ്ണന്മാരാടിയുലഞ്ഞിടുമ്പോൾ, മതിമറന്നുള്ള രാസലീല കണ്ട്
ദേവഗണം പുഷ്പവൃഷ്ടി ചെയ്യും. ജയ രാധാറാണി ജയ ശ്രീകൃഷ്ണ പ്രിയേ, ഗോലോകത്തിനധീപതിയേ. രാധേ രാധേ നിത്യം ജപിച്ചിടുന്നവർ ജന്മമരണ ചക്രത്തിൽ പെടാതിരിക്കും. മുജ്ജന്മ പാപവും ഈ ജന്മ പാപവും എല്ലാം ഒരുകി ഒലിച്ചു പോകും. ഗോലോകവാസ പ്രാപ്തിയുണ്ടായിടും, ഗോലോകവാസ പ്രാപ്തിയുണ്ടായിടും. രാധാറാണി അഭയം തന്നിടും. ജയ രാധാറാണി ജയ ശ്രീകൃഷ്ണ പ്രിയ. നമുക്ക് നമ്മുടെ രാധാറാണിയെ കുറിച്ചുള്ള ഒരു കൊച്ചു കഥ പറഞ്ഞതിന് ശേഷം നമുക്ക് യഥാർത്ഥ എപ്പിസോഡിലേക്ക് കടക്കാവുന്നതാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് തലമുറകളായി രാധാറാണിയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നതും അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ പ്രശസ്ത നോവലിസ്റ്റായ കൃഷ്ണ ധരവാസിയുണ്ട്. അദ്ദേഹത്തിന് നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ രാധ, ലവ്, വാർ ആൻഡ് റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞ പുസ്തകം അതിനകത്തെ 116 പേജിൽ കിടപ്പുള്ളതുമാണ്. ആർക്ക് വേണമെങ്കിലും നോക്കാം. അതും പ്ലസ് ഈ വായ്ത്താരിയായി വന്നതും അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ കേട്ടു, വൃഷഭാനു ഒരു വശം തളർന്നു കിടക്കുകയാണ്. അതോടുകൂടി വൃന്ദാവനത്തിൻ്റെ ആ രാജ്ഞിയായി ആര് മാറുകയാണ്? രാധാറാണി. അങ്ങനെ ആയിക്കഴിഞ്ഞ രാധാറാണി കംസ മഹാരാജാവിൻ്റെ അടുക്കൽ പോവുകയാണ്. കാരണം അത് അവിടുത്തെ നിയമമാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, വളരെ സൂക്ഷിച്ചു വേണം കംസന്റെ അടുക്കലേക്ക് പോകാൻ. കാരണം രാധാറാണിയെ പോലെയുള്ള ഒരു സുന്ദരിയെ കണ്ടാൽ കംസൻ വെറുതെ വിടുകയില്ല. എന്ന് മാത്രവുമല്ല, രാധാറാണിയെ തട്ടിക്കൊണ്ടുവരാൻ ഇതിനു മുമ്പും ആൾക്കാരെ വിട്ടിട്ടുള്ളതാണ്. രാധാറാണി പുഞ്ചിരിച്ചിട്ട് അവരോടെല്ലാം പറഞ്ഞു, എന്നെ കൃഷ്ണൻ കാത്തുകൊള്ളുമെന്ന് പറഞ്ഞു. അവിടെ നിന്നും രാധാജി പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട് മധുരയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അക്രൂരൻ രാധാജിയെ സ്വീകരിക്കേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തിരുന്നു. അങ്ങനെ അക്രൂരൻ വന്നിട്ട് പറഞ്ഞു, മകളെ, വളരെ സൂക്ഷിച്ചു വേണം നീ കംസനോട് കാര്യങ്ങൾ സംസാരിക്കാൻ. ഒരു നിമിഷം മതി അവൻ പ്രസാദിക്കാൻ, ഒരു നിമിഷം മതി അവൻ നമ്മുടെ ജീവൻ എടുക്കാൻ. അത്രയ്ക്ക് ദുഷ്ടനാണ് കംസൻ എന്ന് പറയുന്നത്. രാധാജി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണൻ ഉള്ളിടത്തോളം കാലം എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അക്രൂരൻ പറഞ്ഞു, മകളെ, അത് ശരിയാണ്, പക്ഷേ നീ ശ്രദ്ധിക്കണം മകളെ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം കംസന്റെ കൊട്ടാരം, കംസനോടൊപ്പം തന്നെ മറ്റ് പല പല പ്രവിശ്യകളിലെയും രാജാക്കന്മാരെല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിടം, അവിടേക്ക് രാധാറാണി കടന്നു വന്നു. അതീവ സുന്ദരിയായ രാധാറാണിയെ കണ്ട് എല്ലാവരും ഇങ്ങനെ അമ്പരന്നിരിക്കുകയാണ്. മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ കൊലുസിട്ട് അതിൻ്റെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് രാധാജിയുടെ വരവ്. സാധാരണ ഏത് സ്ത്രീകളും കംസന്റെ കൊട്ടാരത്തിൽ വരുമ്പോൾ കൊലുസ് അഴിച്ചു വെച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ രാധാറാണി കൊലുസ് വിട്ടുകൊണ്ടുവന്നു. പക്ഷേ അവളുടെ സൗന്ദര്യത്തിൽ മതിമയങ്ങി കംസൻ അതൊന്നും ഗൗനിക്കുന്നില്ല. കംസൻ പറഞ്ഞു, ഇരിക്കൂ. അപ്പോൾ രാധാറാണി ഇരുന്നു. അപ്പൊ കംസൻ പറഞ്ഞു, നോക്കൂ, ഓരോ പ്രവിശ്യയിലെയും ആൾക്കാർക്ക് അവരവരുടേതായ കാര്യങ്ങൾ പറയാം. എന്തായാലും ഇവിടെ പുതിയ ഒരു സുന്ദരി വന്ന് അധികാരം ഏറ്റെടുത്തതാണല്ലോ. ആ പെൺകുട്ടി, നിങ്ങൾ എഴുന്നേക്കൂ, നിങ്ങൾ തന്നെ പറയൂ. അപ്പോൾ പറഞ്ഞു, രാധാറാണി പറഞ്ഞു, മഹാരാജാവേ, ഒരു പെൺകുട്ടി അധികാരമേറ്റു എന്നങ്ങ് പറഞ്ഞിരിക്കുന്നു. എന്തേ മഹാരാജാവേ, ഒരു പെൺകുട്ടിക്ക് അധികാരമേറ്റൂടെ? അധികാരത്തിന് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അവരെങ്ങനെ ഭരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും.
കംസന്റെ മുഖമൊന്ന് മങ്ങി, എങ്കിലും ഒരു സുന്ദരിയാണ്. കംസൻ പറഞ്ഞു, ആ അത് ശരി, അത് ശരി. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ വൃന്ദാവനത്തിൽ ഒരുപാട് ആൾക്കാര് മധുരയ്ക്കെതിരെ തിരിയുന്നുണ്ട്. അതിനെയൊക്കെ അമർച്ച ചെയ്യാനായി പെൺകുട്ടി നിങ്ങൾക്ക് കഴിയുമോ? അപ്പൊ രാധാറാണി പറഞ്ഞു, നോക്കൂ മഹാരാജൻ, ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം വൃന്ദാവനത്തിലാണ്. വൃന്ദാവനത്തിലെ ഓരോ വ്യക്തിയെയും എനിക്കറിയാം. അതിനു മുമ്പ് മഹാരാജൻ, എനിക്ക് അങ്ങയോടൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ എല്ലാവരും മൊട്ടുസൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയിൽ നിന്നു. അക്രൂരനും കാതുകൂർപ്പിച്ചു. എന്താണ് രാധ പറയാൻ പോകുന്നത്? താൻ പറഞ്ഞു വിട്ടതിൽ നിന്നൊക്കെ വിഷയങ്ങൾ മാറുകയാണോ? അപ്പൊ രാധാറാണി പറഞ്ഞു, കംസ മഹാരാജാവേ, വൃന്ദാവനം വളരെ ശാന്തമായ പ്രദേശമാണ്. ആ ശാന്തമായ പ്രദേശത്തേക്ക് മധുരയിൽ നിന്ന് കുറെ പേര് നുഴഞ്ഞു കയറുന്നു. ആ മധുരയിൽ നിന്ന് നുഴഞ്ഞു കയറുന്നവരാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് മാത്രവുമല്ല മഹാരാജൻ, ഒരു കാര്യവും കൂടെ അങ്ങ് മനസ്സിലാക്കുക. നമ്മുടെ വൃന്ദാവനത്തോട് ചേർന്ന് കിടക്കുന്ന പല പ്രവിശ്യകളിലെ ആൾക്കാർക്കും മഹാരാജൻ അങ്ങയോട് നീരസമുണ്ട്. അങ്ങയുടെ പ്രവർത്തികളിൽ നീരസമുണ്ട്. ഒരു നിമിഷം കൊട്ടാരം ഇടിവെട്ടേറ്റ കണക്ക് നിന്നുപോയി. കാരണം ആരും ഒന്നുവരെ പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കംസന്റെ മുഖം ചുവന്നു. അക്രൂരൻ ആകപ്പാടെ പേടിച്ചു. രാധയുടെ വർത്തമാനം കേട്ടുകൊണ്ട് ജയിലിൽ ദേവകി കിടപ്പുണ്ട്, വസുദേവനും. അപ്പോ ദേവകി പറഞ്ഞു, ഇത് എന്താണ് കാണിക്കുന്നത് ഈ കുട്ടി എന്താ കാണിക്കുന്നത്? നമ്മുടെ കണ്ണന്റെ രാധയാണ്, കണ്ണന്റെ രാധയാണ് അവിടെ നിൽക്കുന്നത്. വസുദേവൻ പറഞ്ഞു, ശാന്തമായിരിക്കൂ ദേവകി, ശാന്തമായിരിക്കൂ, അവൾക്കൊന്നും സംഭവിക്കില്ല. അപ്പൊ കംസൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് പറഞ്ഞത്? അപ്പൊ രാധാജി പറഞ്ഞു, മഹാരാജൻ, ഞാൻ പറഞ്ഞതൊരു സത്യമാണ്. അങ്ങയുടെ ഇവിടെ നിന്നും പല പടയാളികളും പല ആൾക്കാരും അവിടെ ചുഴന്നു കയറുകയും അവിടെയുള്ള പെൺകുട്ടികളെ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രവുമല്ല, അവിടെയുള്ള സുന്ദരികളായ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോകാനും ശ്രമിക്കുന്നു. എന്നെ പോലും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചപ്പോൾ കൃഷ്ണനാണ് വന്ന് തടഞ്ഞത്. അന്ന് കൃഷ്ണനില്ലായിരുന്നു എങ്കിൽ നിശ്ചയമായും എന്നെ തട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് കഴിയുമായിരുന്നു. അപ്പൊ കംസൻ പറഞ്ഞു, ഇതാരാണ് പറഞ്ഞത്? ഇത് എൻ്റെ സ്വന്തം അനുഭവമാണ് മഹാരാജൻ. ഇതൊക്കെ മഹാരാജനാണ് അയക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹാരാജന്റെ പേരിന് ഒരൽപ്പം മങ്ങലുണ്ട്. അതങ്ങ് വീണ്ടെടുക്കാൻ ശ്രദ്ധിക്കണം. കംസ മഹാരാജാവ് പൊട്ടിത്തെറിച്ചു. ഇത്തിരി പോലും വരുന്ന ഒരു പെണ്ണിന് കംസന്റെ കൊട്ടാരത്തിൽ വന്ന് ഇങ്ങനെ പറയാൻ എങ്ങനെ ധൈര്യം കിട്ടി? അപ്പൊ രാധാറാണി പറഞ്ഞു, സത്യം പറയുന്നതിന് പ്രത്യേകിച്ചൊരു ധൈര്യത്തിന്റെ ആവശ്യമില്ല മഹാരാജൻ. സത്യം നമുക്കാരുടെ മുന്നിലും പറയാൻ പറ്റും. അപ്പോൾ പറഞ്ഞു, നിന്റെ ശിരസ് അവിടെ കാണുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? രാധാറാണി പറഞ്ഞു, ഈ ശിരസ്സുമായിട്ടാണ് ഞാൻ വൃന്ദാവനത്തിലേക്ക് വന്നത് മഹാരാജൻ. തിരിച്ചു പോകുന്നതും ഈ ശിരസ്സുമായിട്ട് തന്നെയായിരിക്കും. അക്രൂരൻ വെളറി വെളുത്തു. എന്ത് പറയണമെന്ന് അക്രൂരൻ അറിയാൻ വയ്യ. അപ്പോ അവിടെ ഇരുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ചു. കംസൻ വിചാരിച്ചു, ഇതിന് ശിക്ഷ കൊടുക്കണം. ഇതിന് ശിക്ഷ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും തനിക്കെതിരെ തിരിയും. താൻ അവരെ ഭയപ്പെടുത്തിയിരുത്തിയിരിക്കുകയാണ്. അപ്പൊ കംസൻ പറഞ്ഞു, പെൺകുട്ടി, നീ അതിൽ കടന്നിരിക്കുന്നു. നീ നേരത്തെ പറഞ്ഞു നിന്നെ തട്ടിക്കൊണ്ടുവരാൻ ഞാൻ ആളയച്ചു, കൃഷ്ണൻ വന്ന് രക്ഷിച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ നിന്നെ ബന്ധനസ്ഥയാക്കാൻ പോകുന്നു. ഇവിടെയും വരുമോ നിന്റെ കൃഷ്ണൻ? രാധാറാണി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അവൻ ഇവിടെയും വരും, അവൻ എവിടെയും വരും മഹാരാജൻ. സംശയമൊന്നും വേണ്ട, അവന്റെ സംരക്ഷണത്തിൽ തന്നെയാണ് ഞാൻ. അപ്പോൾ കംസ മഹാരാജാവ് പറഞ്ഞു, ആരെവിടെ? ഈ ധിക്കാരിയായ പെണ്ണിനെ ബന്ധിക്കൂ. അപ്പൊ
അപ്പോൾ ഒരു അശരീരി പോലെ രാധ കേട്ടു കൃഷ്ണന്റെ വർത്തമാനം. രാധേ രാധേ, നിന്നെ സംരക്ഷിക്കാൻ നിനക്ക് തന്നെ കഴിയും. നീ ആരാണെന്ന് നിനക്കറിയില്ല, ഞാനുണ്ട് രാധേ. നീ ധൈര്യമായി നിൽക്കൂ. നിന്റെ ശക്തി എന്താണെന്ന് നിനക്ക് സ്വയം ബോധ്യമാകാൻ പോകുന്നു. അപ്പോൾ മനസ്സുകൊണ്ട് രാധ പറഞ്ഞു, കൃഷ്ണ നീ വരില്ലേ? ഞാൻ വന്നു കഴിഞ്ഞു രാധേ, ഞാൻ വന്നു കഴിഞ്ഞു. നിനക്ക് മാത്രമേ എന്നെ കാണാൻ കഴിയൂ. രാധാറാണി അത്ഭുതപ്പെട്ടു. അതേ, രാധാറാണി നോക്കിയപ്പോൾ തന്റെ 4 ചുറ്റും നിരവധി കൃഷ്ണന്മാര്. രാധാറാണി അമ്പരന്ന് പോയി. അപ്പോ വീണ്ടും കംസൻ പറഞ്ഞപ്പോൾ ആ ഭടന്മാർ ഒത്തുവന്നു. അപ്പോൾ അക്രൂരൻ പറഞ്ഞു, പൊറുക്കണം പൊറുക്കണം, മാപ്പാക്കണം എന്ന് പറഞ്ഞപ്പോൾ കംസ മഹാരാജാവ് പറഞ്ഞു, ഏ പെൺകുട്ടി, നിനക്ക് ഞാൻ ഒരേ ഒരു അവസരവും കൂടെ തരുന്നു. ഈ കംസനോട് നിനക്ക് ക്ഷമ ചോദിക്കാം. പക്ഷേ രാധാറാണി അതൊന്നും കേൾക്കുന്നില്ല. രാധാറാണി തന്റെ ചുറ്റും നിൽക്കുന്ന കൃഷ്ണനെ നോക്കിയിട്ട് പറഞ്ഞു, കൃഷ്ണ നീ വീണ്ടും മാജിക്ക് കാണിക്കുകയാണില്ലേ? അവര് മനസ്സുകൊണ്ട് സംസാരിക്കുകയാണ്. ദേ, എന്റെ വലതുവശത്ത് നിൽക്കുന്ന നീയാണ് യഥാർത്ഥ കൃഷ്ണൻ. കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ പെട്ടെന്ന് മനസ്സിലാക്കി കളയും. അപ്പോൾ പറഞ്ഞു, നീ ഇനി എങ്ങനെ മായ കാണിച്ചാലും കൃഷ്ണ, മായക്കണ്ണന്മാരെ മാറ്റി യഥാർത്ഥ കണ്ണനെ എനിക്കറിയാം. അപ്പോ കംസൻ പറഞ്ഞു, ഏ സുന്ദരി, നീ എന്താണൊന്നും മിണ്ടാത്തത്? കംസനോട് മാപ്പ് പറയാൻ ഞാൻ നിനക്ക് ഒരവസരവും കൂടെ തരുന്നു. അപ്പൊ രാധാറാണി പറഞ്ഞു, കംസ മഹാരാജാവേ, അങ്ങയോട് കണ്ണന്റെ രാധ മാപ്പ് പറയാനോ? നടന്നത് തന്നെ. കണ്ണന്റെ രാധ ആരുടെ മുന്നിലും തലകുനിക്കാറില്ല. കണ്ണന്റെ രാധ ആരോടും മാപ്പ് പറയാറുമില്ല. അങ്ങ് ചോദിച്ചു, എന്നെ രക്ഷിക്കാൻ കണ്ണൻ വരുമോ എന്ന്. മഹാരാജാവേ, അവൻ വന്നു കഴിഞ്ഞു. പക്ഷേ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല. കംസൻ പറഞ്ഞു, നിന്റെ വിഭ്രാന്തി നിലനിർത്തൂ. ഇവള് ധിക്കാരി തന്നെയാണ്. ഇവളെ ബന്ധിച്ച് ദേവകിയോടൊപ്പം പാർപ്പിക്കൂ. ഇടിവെട്ടുന്ന ശബ്ദത്തിൽ അവിടെ നിന്ന്, ജയിലിൽ നിന്ന് ദേവകി മാതാവിന്റെ മുഴക്കം വന്നു, കംസ, ഇത് തീക്കളിയാണ് കംസ. കംസൻ പറഞ്ഞു, തീ കൊണ്ട് കളിക്കുന്നതാണ് കംസൻ ഇഷ്ടം. ദേവകി, നിനക്കൊരു കൂട്ടാകട്ടെ. ഭടന്മാരോട് പറഞ്ഞു, ബന്ധിക്കൂ. രാധാറാണി നിശ്ചലം നിന്നു. ഭടന്മാര് രാധാറാണിയെ ബന്ധിക്കാനായിട്ട് വന്നു. പെട്ടെന്നാണ് മിന്നല് പോലെ രാധാറാണിയുടെ ശരീരത്തിൽ നിന്ന് മിന്നല് പ്രവഹിക്കുന്നത് പോലെ എല്ലാവർക്കും തോന്നി. ആ വന്നവരെല്ലാം ഷോക്കേറ്റതുപോലെ നിലത്ത് കിടക്കുകയാണ്. എല്ലാവരുടെയും ദേഹം പൊള്ളിയിട്ടുണ്ട്. കംസൻ അത്ഭുതപ്പെട്ടു. അവിടെ ഇരുന്നവർ അത്ഭുതപ്പെട്ടു. കംസൻ പറഞ്ഞു, എന്താണ് നീ എന്താ ഇവിടെ കാണിക്കുന്നത്? നീ മാന്ത്രിക ശക്തിയോ? നീ ദുർമന്ത്രവാദിനിയോ? അപ്പൊ രാധാറാണി പറഞ്ഞു, കാണുന്നില്ലേ കണ്ണനെ, അവനാണെല്ലാം ചെയ്യുന്നത്. കംസൻ പറഞ്ഞു, ഇല്ല, നീ എന്റെ കൈ കൊണ്ട് വധിക്കപ്പെടാൻ വിധിച്ചവളാണ്. കംസൻ തന്റെ ഉറയിൽ നിന്ന് വാളെടുത്തുകൊണ്ട് ചാടി ഇറങ്ങാൻ പോയതും ഉഗ്രമായ ഒരു ഇടിവെട്ടി കംസന്റെ നിലതെറ്റി. കംസൻ നിലത്തേക്ക് വീണു. വാളിന്റെ അറ്റം കൊണ്ട് കംസന്റെ കൈ മുറിഞ്ഞു. കംസൻ പറഞ്ഞു, കംസന്റെ ദേഹത്തുനിന്ന് ഒരു തുള്ളി ചോര വന്നിട്ടുണ്ടെങ്കിൽ ഏ സുന്ദരി, നീ വധിക്കപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞു തന്റെ വാളെടുത്തടുത്തതും അശരീരി മുഴങ്ങി മഹാദേവന്റെ. കംസ, വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കരുത്. അത് രാധയാണ്. നിനക്കൊരടി മുന്നോട്ട് വെക്കാൻ പോലും ഇനി സാധിക്കില്ല. നിനക്കതിനുള്ള ശക്തിയില്ല. അത് രാധയാണ്. തുടരുത്. ഇനി നീ ഒരടി അനങ്ങിയാൽ നിനക്കുണ്ടാകുന്ന ആപത്ത് വളരെ വലുതാണ്. എനിക്ക് പോലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഇത്
കംസന് മാത്രം കേൾക്കാവുന്ന ശരീരി. കംസൻ ഒന്ന് പതറി. എങ്കിലും കംസൻ വിചാരിച്ചു, ഒരു സ്ത്രീയുടെ മുന്നിൽ തോക്കുന്നത് ശരിയല്ല. കംസൻ മുന്നോട്ടേക്ക് ആയാൻ പോയതും ഇടിവെട്ടേറ്റതുപോലെ കംസൻ പുറകോട്ടേക്ക് മാറി. അപ്പൊ രാധ പറഞ്ഞു, കംസ മഹാരാജാവേ, അങ്ങല്ലേ വെല്ലുവിളിച്ചത്, അവൻ വരുമോ എന്ന്. അവൻ വന്നു, അവൻ വന്നു, അവൻ വന്നു. കംസ മഹാരാജാവേ, ഞാൻ കണ്ണന്റെ രാധയാണ്, ഞാൻ കണ്ണന്റെ രാധയാണ്. കണ്ണന്റെ രാധയെ കണ്ണനല്ലാതെ മറ്റൊരാൾക്ക് സ്പർശിക്കാൻ കഴിയില്ല, സ്പർശിക്കാൻ അവൻ അനുവദിക്കുകയുമില്ല കംസരാജാവേ. എന്നിട്ട് മഹാറാണി രാധ, മഹാറാണി രാധ നിന്ന നിപ്പിലൊന്ന് തിരിഞ്ഞു. അക്രൂരരമ്മാവ, ദേവകി മാതാവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകൂ. എന്നിട്ട് സ്വയം നടന്ന് ദേവകി മാതാവിന്റെ അടുക്കലേക്ക് അക്രൂരന്റെ പിന്നാലെ പോയി. അവിടെ ചെന്നപ്പോൾ കണ്ണനോട് ചോദിച്ചു, വരുന്നില്ലേ? കണ്ണൻ പറഞ്ഞു, സമയമായില്ല, പോയിട്ട് വരൂ. ഞാൻ കണ്ടാൽ ഈ നിമിഷം മോചിപ്പിക്കണം, പക്ഷേ അതിന് സമയമായില്ല. രാധാറാണി ദേവകി മാതാവിന്റെ അടുക്കൽ ചെന്നു. ദേവകി മാതാവ് ഓടി വന്ന് കയ്യിൽ പിടിച്ചു. രാധാറാണി പറഞ്ഞു, അമ്മേ വിഷമിക്കണ്ട, അധികം താമസിയാതെ അമ്മയുടെ മോചനം നടന്നിരിക്കും. ഞാനാണ് പറയുന്നത്, രാധ. അവിടെ നിന്ന് ദേവകിയുടെ കൈകൾ ചുംബിച്ചു. ദേവകി രാധാറാണിയുടെ തലമുടികൾ മാടി ഒതുക്കി. ദേവകി മാതാവ് രാധാറാണിയെ ഒന്ന് ചുംബിച്ചു. അതെ, അവിടെ നിന്ന് രാധാറാണി വീണ്ടും നടന്നു. കംസ മഹാരാജാവിന്റെ അടുക്കലെത്തി. എന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, രാധ പോവുകയാണ്, തടയാമെങ്കിൽ തടഞ്ഞുകൊള്ളൂ. ഞാൻ ഇവിടെ നിന്നും എന്റെ വൃന്ദാവനത്തിന്റെ അതിർത്തി കടക്കാൻ സമയം ഒരുപാടെടുക്കും. അതിനകത്ത് വെച്ച് തടയാൻ പറ്റുമെങ്കിൽ കംസരാജാവും കംസന്റെ ഭടന്മാരും ആർക്കും ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു പറ്റം പടയാളികൾ എരച്ചു വരികയും മിന്നൽ പിണരേറ്റതുപോലെ ദൂരേക്ക് തെറിച്ചു പോവുകയും ചെയ്യുന്നത് കണ്ടു. മറ്റുള്ളവര് ഭയന്നുപോയി. കംസന് ചലിക്കാൻ പോലും പറ്റുന്നില്ല. ആ സമയത്ത് മഹാറാണിയായി തന്നെ, മഹാറാണിയെ പോലെയല്ല, മഹാറാണിയായി തന്നെ രാധ നടക്കുകയാണ്. രാധാറാണി നടക്കുകയാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി, രാധേ രാധേ, ശ്രീ രാധേ രാധേ, രാധേ രാധേ, ശ്രീ രാധേ രാധേ, രാധേ രാധേ, ശ്രീ രാധേ രാധേ. ശരിക്കും കണ്ണന്റെ കൈ പിടിച്ചുകൊണ്ടാണ് ആ യാത്ര. അത് മറ്റാരും കാണുന്നില്ല എന്ന് മാത്രം. അക്രൂരൻ ഒരുക്കിയ തേര് പുറത്തുണ്ടായിരുന്നു. രാധാറാണിയെ തേരിലേക്ക് കണ്ണൻ കോരിയെടുത്തിരുത്തി. ആ തേര് വൃന്ദാവനത്തിലേക്ക് പാഞ്ഞു. അപ്പോഴും കംസന്റെ ചെവിയിൽ ആ വാക്യം മുഴകിക്കൊണ്ടേയിരുന്നു, രാധേ രാധേ, ശ്രീ രാധേ രാധേ, രാധേ രാധേ, ശ്രീ രാധേ രാധേ. അപ്പോൾ നമ്മുടെ സ്നേഹാ സുരേന്ദ്രൻ ഭക്തിയിൽ അത് പാടി തന്നത് കേട്ടല്ലോ. സ്നേഹാ സുരേന്ദ്രന് രാധാറാണിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. സ്നേഹാ സുരേന്ദ്രന് ദീർഘായുസ് ഉണ്ടാകട്ടെ. അപ്പോൾ ഇനിയും നിങ്ങൾ ഓരോരുത്തർ എനിക്കിത് അയച്ചു തരിക. സ്നേഹയ്ക്കും അയച്ചു തരാം, അതിനകത്ത് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ ഭംഗിയായി പാടി. അപ്പം നമുക്ക് ആ രാധയുടെ പ്രണയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തിയത് ഓർമ്മയുണ്ടല്ലോ. അതേ, ശകുനി ആ ദ്രുപദനോട് പറഞ്ഞു, നോക്കൂ മഹാരാജാവേ, എൻ്റെ മകൻ ദുര്യോധനൻ ഈ പന്തയത്തിന് ജയിക്കും. നമുക്ക് ഒന്നാകണം മഹാരാജാവേ. പിന്നെ ദ്രോണരുമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പറഞ്ഞു തീർക്കാൻ അശ്വത്ഥാമാവുണ്ട്. അശ്വത്ഥാമാവേ, വരൂ മകനെ, നിനക്കുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്കിവിടെ വെച്ച് എന്ത് ചെയ്യാം, പറഞ്ഞ് തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അശ്വത്ഥാമാവ് മുന്നോട്ട് വന്നിട്ട് അശ്വത്ഥാമാവ് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം. ഇന്നു തൊട്ട്
നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. അതേ കണക്ക് തന്നെ എൻ്റെ അച്ഛനെ കൊണ്ട് ഞാൻ സമ്മതം വാങ്ങിപ്പിക്കാം. ഇവിടെ ദുര്യോധനൻ ദ്രൗപദിയെ വിവാഹം കഴിച്ചാൽ ഒരു കാരണവശാലും എൻ്റെ പിതാവ് കൗരവരെ വിട്ട് കുരുവംശം വിട്ടു പോകില്ല എന്ന് ഞാൻ എൻ്റെ പിതാവിനെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കും. അങ്ങനെ നമുക്കിടയിലൊന്ന് മഞ്ഞുരുകട്ടെ. ഈ സമയത്ത് കട്ടനപ്പുറത്ത് നിന്ന് ഒരു പുരുഷ ശബ്ദമുയർന്നു. അശ്വത്ഥാമാവേ, നടക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുക. ഇത് സാധ്യമാണോ? അശ്വത്ഥാമാവും ശകുനിയും ഒരേ സമയം ഞെട്ടിത്തെറിച്ചു നിന്നു. ആ സമയത്ത് ആ കട്ടൻ നീക്കപ്പെട്ടു. അപ്പോൾ ദൃഷ്ടദ്യുമ്നൻ അദ്ദേഹത്തിന്റെ വരവിനായി ഒഴിഞ്ഞു നിന്നു. ആ രൂപം മുന്നോട്ടേക്ക് വന്നു. മുന്നോട്ടേക്ക് വന്നിട്ട് അശ്വത്ഥാമാവിനെ നോക്കി പറഞ്ഞു, അശ്വത്ഥാമാവേ, ഇത് സാധ്യമാണോ? കാരണം ഭാനുമതി എന്ന് പറഞ്ഞാൽ ദ്രോണാചാര്യർക്ക് ജീവനാണ്. ഭാനുമതിയെ പട്ടമഹർഷിയാക്കുന്നതിന് മാത്രമേ അദ്ദേഹം അനുകൂലിക്കൂ. അവിടെ ദ്രൗപദി വന്നാൽ ദ്രോണർ അനുകൂലിക്കില്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. മറിച്ചാകാൻ വഴിയുണ്ടോ അശ്വത്ഥാമാവേ? അശ്വത്ഥാമാവ് ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുകയാണ്. അശ്വത്ഥാമാവ് പറഞ്ഞു, നീ അന്ന് നമ്മൾ യുദ്ധശാലയിൽ വെച്ച് കണ്ട. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, നിങ്ങൾ യുദ്ധശാലയിൽ വെച്ച് കണ്ട ആ ശിഖണ്ഡി തന്നെയാണ് ഞാൻ. അപ്പോൾ ശകുനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അശ്വത്ഥാമാവിനും ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം അവിടെ യുദ്ധശാലയിൽ നിന്ന് ആ ശിഖണ്ഡി തൻ്റെ പിതാവിൻ്റെ മുന്നിൽ യാചിച്ചു നിന്ന ആ പയ്യന് ഈ കൊട്ടാരത്തിൽ എന്ത് കാര്യം? അപ്പൊ അശ്വത്ഥാമാവ് ചോദിച്ചു, നിനക്ക് ഈ കൊട്ടാരത്തിൽ എന്താ കാര്യം? ഈ കൊട്ടാരത്തിൽ രാജാവിൻ്റെ ഇരിപ്പിടത്തിൽ വരെ വന്ന് നിൽക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് എങ്ങനെ കിട്ടി? രാജാവിനോട് അനുവാദം ചോദിക്കാതെ ഞങ്ങളോട് ഈ കാര്യം ചോദിക്കാനുള്ള അനുമതി നിനക്ക് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചപ്പോൾ ദ്രുപദൻ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഇതെന്റെ മകനാണ് ശിഖണ്ഡി. അശ്വത്ഥാമാവ് ഞെട്ടി വിറച്ചു. അങ്ങയുടെ മകനോ? അങ്ങയുടെ മകൻ ശിഖണ്ഡി? എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങയുടെ മകൻ പിന്നെ എന്തിനാണ് അവിടെ വന്നത്? എൻ്റെ പിതാശ്രീയെ കണ്ടത്. എൻ്റെ പിതാശ്രീയെ നീ ഈ വിവരം മറച്ചു വെച്ച് കബളിപ്പിക്കുകയായിരുന്നോ? ശിഖണ്ഡി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഒരിക്കലുമല്ല. കബളിപ്പിക്കുക എന്നത് ദ്രുപദ വംശത്തിനില്ല. ദ്രുപദനും ദ്രുപദന്റെ മക്കളും ആരെയും കബളിപ്പിക്കാറില്ല. അശ്വത്ഥാമാവേ, ഞാൻ സകലതും നിങ്ങളുടെ പിതാശ്രീ എൻ്റെ ആചാര്യനോട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശകുനി ഒന്ന് ഞെട്ടി. ശകുനി പറഞ്ഞു, മകനേ, നീ ദ്രുപദന്റെ മകനാണെന്ന കാര്യം തുറന്നു പറഞ്ഞെന്നോ? അതെ, ഞാൻ തുറന്നു പറഞ്ഞു. എന്നിട്ട് ആചാര്യൻ എന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അതുകൊണ്ട് അശ്വത്ഥാമാവേ, എനിക്ക് ആചാര്യൻ വളരെ പ്രിയപ്പെട്ടതാണ്. ആചാര്യന്റെ മനസ്സൊരു പരിധിവരെ എനിക്കറിയാം. അശ്വത്ഥാമാവ് എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി. അശ്വത്ഥാമാവ് ആ ശകുനിയെ നോക്കി. ശകുനി വളരെ പെട്ടെന്ന് സംയമനം വീണ്ടെടുത്തിട്ട് പറഞ്ഞു, മകനേ, അങ്ങനെ ഒന്നുമില്ല. അദ്ദേഹത്തിന് ഭാനുമതിയോട് സ്നേഹമുണ്ടെന്നത് സത്യമാണ്. പക്ഷേ ദ്രുപദ രാജ്യത്തോട് ബന്ധം സ്ഥാപിക്കുന്നതിൽ എതിർപ്പില്ല. ദ്രുപദന്റെ മകൾ ദ്രൗപദി വന്നാൽ അത് തന്നെയാണ് പട്ടമഹർഷിയാകേണ്ടത്. അതായിരിക്കും. അതിനെ എതിർക്കില്ല. ഏതെതിർപ്പുണ്ടെങ്കിലും അശ്വത്ഥാമാവേ പറഞ്ഞു കൊടുക്കൂ. അശ്വത്ഥാമാവ് പറഞ്ഞു, നോക്കൂ, എൻ്റെ പിതാശ്രീക്ക് എന്നോളം വലുതായിട്ട് ഈ ഭൂമിയിൽ യാതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന വാക്ക് പിതാവിന് അവസാന വാക്കാണ്. അല്ലയോ ദ്രുപദ മഹാരാജാവേ, ഈ പന്തയത്തിൽ ദ്രുപദ മഹാരാജാവേ, ഈ പന്തയത്തിൽ ദുര്യോധനൻ വിജയിച്ചിരിക്കും. ദുര്യോധനൻ ദ്രൗപദിയെ വിവാഹം ചെയ്തിരിക്കും. കുരുവംശത്തിലേക്ക് കൊണ്ടുവരും. ദ്രോണാചാര്യ ദ്രൗപദിയെ പട്ടമഹർഷിയാക്കുന്നതിന് അനുകൂലിച്ചിരിക്കും. ഇത് അശ്വത്ഥാമാവെന്ന ഞാൻ നൽകുന്ന വാക്കാണ്.
അപ്പോൾ ദ്രുപദൻ ഒന്നും മിണ്ടുന്നില്ല, കാരണം ദ്രുപദന് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ദ്രുപദൻ പറഞ്ഞു, അങ്ങനെയാകട്ടെ, നിങ്ങൾ വാക്കു പാലിക്കുമെന്ന് എനിക്കറിയാം, അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പിരിയാൻ സമയമായില്ലേ? ശകുനി പറഞ്ഞു, അതെ അതെ അതെ, ഇനി സ്വയംവരം കഴിഞ്ഞ് ദ്രുപദ രാജാവേ നമ്മൾ കണ്ടുമുട്ടും. അന്ന് ബന്ധുക്കളാണ്. എൻ്റെ പ്രിയപ്പെട്ട ദുര്യോധനന്റെ പത്നി ദ്രൗപദിയുടെ അച്ഛനാണങ്ങ്. ശിഖണ്ഡിയുടെ അടുത്ത് ചെന്ന് ശിഖണ്ഡിയെ ചേർത്ത് പിടിച്ചു. ശിഖണ്ഡി മകനേ, 48 മണിക്കൂറുകൾ കഴിയുന്നതോടുകൂടി ശിഖണ്ഡി, നീ എനിക്ക് പ്രിയപ്പെട്ട ദുര്യോധനന്റെ പത്നിയുടെ സഹോദരനാണ്. നിനക്കിനി കുരുവംശത്തിൽ എപ്പോ വേണമെങ്കിലും കയറി വരാമല്ലോ മകനേ. ചേർത്ത് വെച്ചു ശിഖണ്ഡിയെ. ശിഖണ്ഡി ഒന്നും മിണ്ടിയില്ല. ശിഖണ്ഡി ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിന്നു. അതിനുശേഷം ശിഖണ്ഡിയുടെ പിടിവിട്ടതിന് ശേഷം ദൃഷ്ടദ്യുമ്നനോട് പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങട്ടെ. ദ്രൗപദിയോട് പറഞ്ഞു, മകളെ ഞാൻ ഇറങ്ങട്ടെ, നമുക്കിനി കൗരവ സദസ്സിൽ കാണാമല്ലോ, മകൾ അങ്ങോട്ടേക്കല്ലേ വരാൻ പോകുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹവും ശിഖണ്ഡി ആരും കൂടെ അശ്വത്ഥാമാവും കൂടെ പുറത്തേക്ക് പോയതോടുകൂടി ദ്രുപദന്റെ മുഖം മങ്ങി. ദ്രുപദൻ പറഞ്ഞു, നോക്കൂ, ശിഖണ്ഡി പറഞ്ഞതിൽ കാര്യമുണ്ട്. ഭാനുമതിയെ ആക്കാനാണ് എന്റെ മകളെ ദുര്യോധനൻ വിവാഹം കഴിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അവൻ വിവാഹം കഴിക്കുകയും ഈ പന്തയത്തിൽ എങ്ങാനും ജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് മാത്രവുമല്ല, ദ്രോണൻ വീണ്ടും എന്നോട് പകവീട്ടും. ദ്രോണൻ ഒരു കാരണവശാലും എന്റെ മകൾ ദ്രൗപദിയെ പട്ടമകഷിയായി അംഗീകരിക്കുകയുമില്ല. അപ്പോൾ നമ്മുടെ ശിഖണ്ഡി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, പിതാശ്രീ, ഞാൻ ഒരു കാര്യം അങ്ങയോട് പറഞ്ഞോട്ടെ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ്? നോക്കൂ പിതാശ്രീ, പന്തയത്തിൽ ജയിക്കുന്ന ആളിന് ദ്രൗപദിയെ നൽകും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പന്തയത്തിൽ ദുര്യോധനൻ ജയിച്ചാൽ ദുര്യോധനന് ദ്രൗപദിയെ കൊടുക്കാതിരിക്കുന്നത് അധർമ്മമാണ്. എന്നാൽ ദുഷ്ടനായ ദുര്യോധനന് ദ്രൗപദിയെ കൊടുക്കുന്നതും എന്ത് തന്നെയാണ്? അധർമ്മമാണ്. പിതാശ്രീ, ഒരു കാര്യം ആലോചിക്കുക. ദുര്യോധനനും കർണനും ശകുനിയും മൂന്നും ദുഷ്ടന്മാരുടെ ആൾ രൂപങ്ങളാണ്. ഈ 3 പേര് ഒന്നിച്ചു ചേർന്നാൽ ഈ പ്രപഞ്ചത്തിലെ സകല ദുഷ്ടമൂർത്തികളും ഒന്നിച്ചു ചേർന്നതിന് തുല്യമാണ്. അവൻ കർണൻ സൂതപുത്രനാണെന്നുള്ളത് മറയ്ക്കാനും തനിക്ക് ദാനം കിട്ടിയ ആ രാജസ്ഥാനം നിലനിർത്താനുമൊക്കെ വേണ്ടി മറ്റുള്ളവരുടെ ഇടയിൽ ഒരു നല്ല കുട്ടിയാകാനാണ് അവൻ ദാനം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്നത്. അപ്പോൾ അവൻ ദാനവീരനാണെന്ന് ആളുകൾ പറയും. അതിൻ്റെ പേരിൽ അവൻ്റെ ക്രൂരതകൾ മറച്ചു വയ്ക്കപ്പെടും. അതാണ് അവൻ്റെ ഉദ്ദേശം. ഇവര് 3 പേരും ദുഷ്ടന്മാരാണ്. അങ്ങോട്ടേക്ക് പോവുക എന്ന് പറയുന്നത്, ദ്രൗപദിയെ വിടുക എന്ന് പറയുന്നത് അധർമ്മമാണ്. അത് തടയണം. അപ്പോൾ ഉടനെ ദ്രുപദൻ ചോദിച്ചു, അതെങ്ങനെ തടയും? നമ്മൾ പ്രഖ്യാപിച്ചതല്ലേ വിജയിക്കുന്ന ആൾക്ക് ദ്രൗപദിയെ കൊടുക്കാമെന്ന്. അപ്പോൾ ശിഖണ്ഡി പറഞ്ഞു, പിതാശ്രീ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ദ്രുപദൻ പറഞ്ഞു, നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കിടന്ന് അനുവാദം ചോദിക്കുന്നത്? അങ്ങനെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. നീ പറഞ്ഞോളൂ, നിനക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നീ പറഞ്ഞുകൊള്ളൂ. അപ്പോൾ പറഞ്ഞു, നോക്കൂ പിതാശ്രീ, ഞാൻ അങ്ങയോടൊരു കാര്യം പറയാം. ഏതെങ്കിലും കാരണവശാൽ ദുര്യോധനൻ ഈ പന്തയത്തിൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇടപെടും. അപ്പോൾ പറഞ്ഞു, അതെങ്ങനെ നീ ഇടപെടുന്നത്? അത് പറയാം. അതിനു മുമ്പ് അങ്ങൊരു സത്യം മനസ്സിലാക്കണം. പഞ്ചപാണ്ഡവരെ കൊന്നത് ദുര്യോധനനാണ്. ആചാര്യൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, യക്ഷസ്തൂന കർണൻ എന്നോട് പറഞ്ഞു, ദുര്യോധനൻ യക്ഷസ്തൂന കർണനോട് പറഞ്ഞു അരക്കില്ലം നിർമ്മിക്കാൻ.
അതിനകത്തേക്ക് പഞ്ചപാണ്ഡവരെ വിട്ടു. എന്നിട്ട് ഈ യക്ഷസ്ഥൂന കർണന്റെ നിർദ്ദേശപ്രകാരമാണ് പുരോചനൻ അതിന് തീ കൊളുത്തിയത്. അപ്പൊ ചോദിച്ചു, ആരാണ് ഈ യക്ഷസ്ഥൂന കർണൻ എന്ന് പറയുന്നത്? അപ്പൊ പറഞ്ഞു, പിതാവേ, യക്ഷസ്ഥൂന കർണനാണ് രാധാറാണിയുടെ നിർദ്ദേശപ്രകാരം എനിക്ക് പുരുഷനാക്കിയതെന്നെ, എനിക്ക് പുരുഷത്വം തന്നത്. നോക്കൂ, ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, അദ്ദേഹം പുറത്ത് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നിട്ട് അദ്ദേഹം ശിഖണ്ഡി പിതാവിനോട് പറഞ്ഞു, യക്ഷസ്ഥൂന കർണൻ വരുന്നതല്ല, പക്ഷേ രാധാറാണിയുടെ നിർദ്ദേശപ്രകാരമാണ് വന്നിരിക്കുന്നത്. ഇവിടെ വരണമെന്നും ധ്രുപദ രാജാവ് ഇത് അറിയണമെന്നും രാധാറാണി ആഗ്രഹിക്കുന്നു. ധ്രുപദം പറഞ്ഞു, രാധാറാണിയോ? രാധാറാണിക്ക് യക്ഷസ്ഥൂനനുമായിട്ട് എന്താ ബന്ധം? അപ്പോൾ പറഞ്ഞു, വാസുദേവ കൃഷ്ണൻ പോലും ആരാധിക്കുന്ന രാധാറാണിയുടെ കഠിന ഭക്തനാണ് ഈ യക്ഷസ്ഥൂന കർണൻ എന്ന് പറയുന്നത്. രാധാറാണിയുടെ പ്രവർത്തികൾ നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റില്ല പിതാശ്രീ, ഞാൻ വിളിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ യക്ഷസ്ഥൂന കർണനെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പോൾ യക്ഷസ്ഥൂന കർണൻ കയറി വന്ന് ആദ്യം രാജാവിനെ വണങ്ങിയില്ല. സാധാരണ ആൾക്കാർ ആദ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? രാജാവിനെ വണങ്ങും. രാജാവിനെ വണങ്ങിയിട്ടാണ് ബാക്കി കാര്യം. പക്ഷേ യക്ഷസ്ഥൂന കർണൻ വന്നിട്ട് തെക്ക് പടിഞ്ഞാറേ ദിശയിലേക്ക് നോക്കി കൈകൾ കൂപ്പിക്കൊണ്ട് നിലത്ത് വീണ് ദണ്ഡ നമസ്കാരം നടത്തിയിട്ട് എഴുന്നേറ്റു. അതിനുശേഷം രാജാവിനെ വണങ്ങി. അപ്പൊ ശിഖണ്ഡി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, പിതാശ്രീ, ഇത് അപമാനമായിട്ടെടുക്കണ്ട. യക്ഷസ്ഥൂന കർണൻ എപ്പോൾ എവിടെ വന്നാലും രാധാറാണി താമസിക്കുന്ന ദിക്കിലേക്ക്, ഇവിടുന്ന് ഈ ദിക്കിലേക്കാണുള്ളത്. അതുകൊണ്ട് ആ ദിക്കിനെ നോക്കി രാധാറാണിയെ നമസ്കരിക്കുന്നു. രാധാറാണിയെ നമസ്കരിച്ചിട്ടേ മഹാരാജാവിനെ നമസ്കരിക്കൂ, ആരെയും നമസ്കരിക്കൂ. അതാണ് യക്ഷസ്ഥൂന കർണൻ. യക്ഷസ്ഥൂന കർണനെ അത്ഭുതത്തോടുകൂടി നോക്കുകയാണ്. ഒരാജാനുബാഹു, ഉരുക്കുപോലെയുള്ള ശരീരം, അസാധാരണമായ ശരീരത്തിന്റെ കരുത്ത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീയാണോ യക്ഷസ്ഥൂന കർണൻ? അപ്പോൾ യക്ഷസ്ഥൂന കർണൻ തലയാട്ടി, അതെ. അപ്പൊ ദ്രുപദൻ വീണ്ടും നോക്കി. കാരണം രാജാക്കന്മാർ എന്ത് ചോദിച്ചാലും അതിന് വാ തുറന്ന് മറുപടി പറയണം. ഇവിടെ യക്ഷസ്ഥൂന കർണൻ അത് ചെയ്യുന്നില്ല. അപ്പോൾ അത് കണ്ടിട്ട് ശിഖണ്ഡി പറഞ്ഞു, നോക്കൂ പിതാശ്രീ, സാധാരണ ആൾക്കാരെ പോലെ കരുതരുത്. രാധാറാണിയുടെ നിർദ്ദേശപ്രകാരം അവൻ വളരെ കുറച്ച് സംസാരിക്കുന്നു. അതാണ് അവന്റെ ശക്തിയുടെ കേന്ദ്രം പിതാശ്രീ. എത്ര കണ്ട് കുറച്ച് സംസാരിക്കുന്നു അത്ര കണ്ട് ശക്തി വർദ്ധിപ്പിക്കും. ഈ യക്ഷസ്ഥൂന കർണന് ഈ ശക്തി വർദ്ധിപ്പിക്കാൻ എന്താണ് രാധാറാണി അങ്ങനെ കഴിയുന്നതെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം 20 വാക്കുകൾ മാത്രമേ യക്ഷസ്ഥൂന കർണൻ സംസാരിക്കൂ. ഇപ്പോൾ 15 വാക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി 5 വാക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉടനെ തന്നെ മഹാരാജാവ് ചോദിച്ചു, അരക്കില്ലം നിർമ്മിച്ചത് നീയാണോ? അപ്പോ വീണ്ടും തലയാട്ടി. ഇത് അതിന് തീ വെക്കാൻ നിന്നോട് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അയാൾ പറഞ്ഞു, ദുര്യോധനൻ. ദുര്യോധനൻ നിന്റെ അടുത്ത് നേരിട്ട് വന്നാണോ പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, അതെ. അതിന് തീ വെച്ചത് നീയാണോ പുരോചനനാണോ? അന്നേരം പറഞ്ഞു, പുരോചനനാണ് തീ വെച്ചത്. അങ്ങനെ ചെയ്യാൻ ഉത്തരവ് കൊടുത്തത് ആരാണ്? അപ്പോൾ പറഞ്ഞു, ദുര്യോധനനാണ് അങ്ങനെ പറയാൻ ഉത്തരവ് കൊടുത്തത്. ഞാൻ അരക്കില്ലം നിർമ്മിച്ചു, അതെ, പുരോചനൻ അത് കത്തിച്ചു. അപ്പോൾ പറഞ്ഞു, ദുര്യോധനൻ നിങ്ങളോട് എന്തൊക്കെയാണ് പറഞ്ഞത്? അപ്പോൾ ഉടനെ തന്നെ യക്ഷൻ മിണ്ടാതെ നിന്നു. അപ്പോൾ ശിഖണ്ഡി പറഞ്ഞു, നോക്കൂ, അനുവദിച്ച സമയം 20 വാക്കുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നിനി ഒന്നും പറയുകയില്ല. അപ്പൊ ചോദിച്ചു, യക്ഷസ്ഥൂന കർണ, ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു, നിനക്ക് ഉറപ്പാണോ പഞ്ചപാണ്ഡവരെ അരക്കില്ലത്തിലിട്ട് ചുട്ടരിച്ചത് ദുര്യോധനൻ തന്നെയാണെന്ന്?
അപ്പോൾ തലയാട്ടി. അപ്പോൾ പറഞ്ഞു നിനക്ക് പോകാം. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി രാധാജിയുടെ ദിക്കിനെ നോക്കി വണങ്ങി, വീണ്ടും രാജാവിന് വണങ്ങി. അതിനുശേഷം എന്ത് ചെയ്തു? ശിഖണ്ഡി യക്ഷസ്ഥൂനകർണനെ പുറത്തേക്ക് കൊണ്ടുപോയി തൻ്റെ പരിചാരകരെ ഏൽപ്പിച്ച് യക്ഷസ്ഥൂനകർണനെ വേണ്ട വിധത്തിൽ ആദരിക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ ഈ സമയത്ത് ശിഖണ്ഡി വന്നിട്ട് പറഞ്ഞു, അങ്ങേക്കിപ്പം ബോധ്യമായല്ലോ. നോക്കൂ, ഏതെങ്കിലും കാരണവശാൽ ദുര്യോധനൻ ഈ സ്വയംവരം വിജയിക്കുകയാണെങ്കിൽ പിതാശ്രീ ഞാൻ അതിലിടപെടും, അതിനുള്ള അനുവാദം എനിക്ക് തരണം. അപ്പൊ ചോദിച്ചു, നീ എങ്ങനെയാണ് ഇതിനകത്ത് ഇടപെടുമെന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞു, നോക്കൂ പിതാശ്രീ, 5 പേരെ ചുട്ടുകൊന്നവനാണ് ദുര്യോധനൻ. അതായത് നാളത്തെ കർമ്മം സാന്ദീപ മുനിയാണ് നിർവഹിക്കുന്നത്. സാന്ദീപ മുനിയാണ് പരീക്ഷണം ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ മുനിമാര് വരും, ഋഷിമാര് വരും. അവരുടെ സന്നിധിയിൽ വെച്ച് ഞാൻ പറയും, യക്ഷസ്ഥൂന കർണൻ സാക്ഷിയാണ്. ദുര്യോധനൻ അരക്കില്ലം നിർമ്മിക്കാൻ യക്ഷസ്ഥൂന കർണനെയാണ് ഏൽപ്പിച്ചത്. പുരോചനൻ തീവച്ചു, തൻ്റെ 5 സഹോദരങ്ങളെ ചുട്ടുകൊന്നവനാണ്. അവരെ നമ്മൾ വിളിക്കുന്ന പേര് അതതായി എന്നാണ്. അങ്ങനെ ബന്ധുക്കളെ കൊല്ലുന്നവനും ഏറ്റവും അടുത്തവരെ പീഡിപ്പിക്കുന്നവനും സ്ത്രീകളെ വധിക്കുന്നവനും സ്ത്രീകളെ നശിപ്പിക്കുന്നവനെയുമാണ് ധർമ്മശാസ്ത്ര പ്രകാരം അതതായി എന്ന് വിളിക്കുന്നത്. അതനുസരിച്ച് ഇവൻ അതതായിയാണ്, അതതായി വധിക്കപ്പെടേണ്ടതാണ്. അവനെ വധിച്ചാൽ യാതൊരു പാപവുമില്ല എന്ന് പറയും. അതോടുകൂടി ആ ദുര്യോധനനെ ഇതിൽ നിന്ന് പിന്മാറ്റാം. അപ്പൊ ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, നോക്കൂ ശിഖണ്ഡി, അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകത്തില്ലേ? അപ്പോൾ പറഞ്ഞു, അതെ, ഇത് ധർമ്മയുദ്ധമാണ്. ഈ ധർമ്മയുദ്ധത്തിൽ നമ്മളോടൊപ്പം കൃഷ്ണൻ ഉണ്ടായിരിക്കും, യാദവ സൈന്യമുണ്ടായിരിക്കും, ഇവിടെ കൂടിയിരിക്കുന്ന രാജാക്കന്മാരിൽ നല്ലൊരു പങ്കുമുണ്ടായിരിക്കും. നമ്മൾ ജയിച്ചിരിക്കും. ആ യുദ്ധം, കൃഷ്ണനുള്ള യുദ്ധം നമ്മൾ ജയിച്ചിരിക്കും. ദ്രുപദൻ പറഞ്ഞു, അവൻ പറഞ്ഞത് കാര്യമാണ് മകനെ, നിന്നെ ഞാനിപ്പോൾ കൂടുതൽ സ്നേഹിക്കുന്നു. നീ പറഞ്ഞത് സത്യമാണ്. നീയും ദൃഷ്ടദ്യുമ്നനും നിങ്ങളെല്ലാം ചേർന്ന് ഉചിതമായ തീരുമാനമെടുക്കൂ എന്ന് പറഞ്ഞു. അന്നർദ്ധരാത്രി നിങ്ങൾ ഇതുവരെ എവിടെയും കേട്ടിട്ടില്ലാത്ത ഒരു സംഭവത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ്. അതെ, നിങ്ങളിൽ ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? കേട്ടിരിക്കാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ ഞാൻ അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഒരർദ്ധരാത്രി ജരാസന്ധന്റെ കൂടാരം. എല്ലാവരും നല്ല നിദ്രയിലാണ്, സകലരും നല്ല നിദ്രയിലാണ്. ആ സമയത്ത് ഉറങ്ങാതെ അദ്ദേഹത്തിന്റെ കുറച്ച് കാവൽക്കാര് മാത്രം, ഭടന്മാര് മാത്രം ഇങ്ങനെ നിപ്പുണ്ട്. ബാക്കി എല്ലാവരും ഗാഠനിദ്രയില്. ആ സമയത്ത് അതിശക്തനായ ജരാസന്ധന്റെ കൂടാരത്തിലേക്ക് 2 പേര് വരികയാണ്. ഒരു തുണി കൊണ്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സ്കാർഫ്, അതുകൊണ്ട് ഇങ്ങനെ കെട്ടി മുഖം മറച്ചിരിക്കുന്നു. ആ 2 പേര് അങ്ങോട്ടേക്ക് കടന്നു വന്നു. അപ്പോൾ ഉടനെ ഭടന്മാര് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ അർദ്ധരാത്രി സമയത്ത് ഇവിടത്തേക്ക് വന്നത്? അപ്പോൾ അതിനകത്ത് ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്ക് ചക്രവർത്തിയെ കാണണം. അപ്പൊ ഭടന്മാരെല്ലാരും കൂടെ ചിരിച്ചു, കൊള്ളാം. അർദ്ധരാത്രി ഉറങ്ങിക്കിടക്കുന്ന ജരാസന്ധനെ വിളിച്ചുണർത്തി നിങ്ങളെ കാണിക്കണമെന്നില്ലേ? സാധ്യമല്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതീവമായ ഒരു രഹസ്യം ചക്രവർത്തിയെ അറിയിക്കാൻ വന്നതാണ്. ഇത് ചക്രവർത്തി അറിയണം. ഇന്നറിഞ്ഞില്ലെങ്കിൽ പിന്നെ അറിയാൻ സമയം കാണുകയില്ല. അപ്പോൾ അയാളൊന്ന് നോക്കിയപ്പോൾ ആ കഴുത്തിലെ രത്നങ്ങളും മാലകളും ഒക്കെ കണ്ടു. അപ്പൊ ഏതോ ഒരു രാജകുമാരനാണെന്ന് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു, അല്ല, നിങ്ങൾ എന്ത് അത്യാവശ്യമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഉറങ്ങിക്കിടക്കുന്ന ചക്രവർത്തിയെ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ അത്യാവശ്യം? അപ്പോൾ പറഞ്ഞു, അത് നിങ്ങളോട് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ എന്നെ അനുവദിച്ചില്ലെങ്കിൽ എനിക്കൊരു ശബ്ദം ഞാൻ ഉണ്ടാക്കും. അതോടുകൂടി ഇവിടെ എല്ലാവരും ഉണരും.
നിങ്ങൾക്ക് രാജാവിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടും. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്തെന്ന് രാജാവ് അറിഞ്ഞാൽ എന്നെ പറഞ്ഞു വിടാൻ ശ്രമിച്ചതിന് നിങ്ങൾക്ക് ശിക്ഷയും കിട്ടും. കാരണം അത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യമാണ് രാജാവുമായി പങ്കുവെക്കാൻ ഞാൻ ഇവിടെ വന്നത്. അല്ലയോ പടയാളികളെ, നിങ്ങൾക്കൊരു തലവൻ കാണുമല്ലോ, നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അദ്ദേഹത്തെ വിളിക്കൂ. ഇപ്പൊ ഇവരങ്ങ് വല്ലാതെ വിഷമത്തിലായി. കാരണം അർദ്ധരാത്രിക്ക് വന്നിട്ട്, അതും ജരാസന്ധന്റെ കൂടാരത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഉണ്ടല്ലോ. ഇവരെന്ത് ചെയ്തു? സമ്മതിച്ചു. അവർ പരസ്പരം ചർച്ച ചെയ്തിട്ട് ആ പടയാളികളുടെ അന്നത്തെ നേതാവിനെ അവര് വിളിച്ചു കൊണ്ടുവന്നു. വിദന്തൻ ഉറക്കത്തിന്റെ ചവിടോടാണ് വരുന്നത്. വിദന്തൻ വന്ന് അല്പം ഈർഷ്യയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഈ അർദ്ധരാത്രിക്ക് നിങ്ങൾ എന്തിനാ വന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ചക്രവർത്തിയെ കാണണം. അപ്പൊ വിദന്തൻ ഒന്നും കൂടെ ദേഷ്യം വന്നു. പാതിരാത്രിക്ക് വന്നിട്ട് ചക്രവർത്തിയെ കാണണോ? പറ്റില്ല കാണാൻ. അപ്പോൾ ആ നിന്നാൾ ആധികാരികമായിട്ട് പറഞ്ഞു, പറ്റും, നിങ്ങൾ വിളിക്കണം, വിളിച്ചേ പറ്റൂ. അത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങൾ പറയാൻ വന്നിരിക്കുന്നത്. എന്ത് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും നിങ്ങൾ രാവിലെ പറഞ്ഞാൽ മതി. പറ്റില്ല, രാവിലെ പറയാൻ പറ്റില്ല. അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ വിളിക്കണം, വിളിച്ചേ പറ്റൂ. ഞാൻ രാജാവിനെ കണ്ടിരിക്കും. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് പറയൂ. ചെറിയ ഒരു ആദരവ് വിദന്തന് വന്നു. ജരാസന്ധന്റെ കൂടാരത്തിൽ കയറി ഇങ്ങനെ പറയണമെങ്കിൽ അതാരായിരിക്കും? അപ്പോൾ അയാള് ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു യാദവനാണ്, എന്റെ പേര് കൃഷ്ണ വാസുദേവ, ഇതെന്റെ കൂടെ നിൽക്കുന്ന ഉദ്ധവൻ. വിദന്തൻ അമ്പരന്നു. വിദന്തന്റെ കണ്ണുകൾ തള്ളി. വിദന്തൻ പറഞ്ഞു, കൃഷ്ണ വാസുദേവ, കൃഷ്ണനോ? നിങ്ങളോ? വിദന്തൻ ഒന്നും മനസ്സിലാകുന്നില്ല. ജരാസന്ധന്റെ കൊടും ശത്രുവാണ് കൃഷ്ണൻ. കൃഷ്ണനെ വധിക്കാൻ അവസരം പാത്ത് നടക്കുകയാണ് ജരാസന്ധൻ. ആ ജരാസന്ധന്റെ അടുക്കലേക്ക് ഈ അർദ്ധരാത്രിക്ക് വന്നിരിക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? പക്ഷേ ഒരു ആദരവ് തോന്നി, ഇല്ലേ? പുലിയെ അതിന്റെ മടയിൽ കയറി ആക്രമിക്കാൻ നിൽക്കുന്നു. അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതാണ് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, നോക്കൂ, അങ്ങ് ക്ഷമിക്കണം കൃഷ്ണ വാസുദേവ, ചക്രവർത്തിക്ക് അങ്ങയോട് തീരെ ഇഷ്ടമില്ല എന്നറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ അർദ്ധരാത്രി സമയത്ത് അങ്ങയെ കാണാൻ ചക്രവർത്തി ഒരു കാരണവശാലും തയ്യാറാവുകയില്ല എന്നുകൂടി അങ്ങ് മനസ്സിലാക്കുക. അപ്പോൾ പറഞ്ഞു, ചക്രവർത്തി എന്നെ കാണാൻ തയ്യാറാകത്തില്ലേ? അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചക്രവർത്തിയുടെ മകനെ വിളിക്കൂ. ചക്രവർത്തിയുടെ മകനായ സഹദേവനെ കാര്യങ്ങൾ അറിയിക്കൂ. സഹദേവൻ വരട്ടെ. സഹദേവൻ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം? സഹദേവനോട് കാര്യങ്ങൾ പറയാം. അതല്ലെങ്കിൽ പിന്നെ വിദന്ത, ഞാൻ മറ്റൊരു കാര്യം പറയാം. അപ്പോൾ വിദന്തൻ കൃഷ്ണനെ ഉറ്റുനോക്കി. ഇടയ്ക്ക് ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നില്ലേ? അതെനിക്കൊരു കോൾ വന്നതാണ്. ഞാൻ സാധാരണ ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ടാ ചെയ്യുന്നത്, ഇത് മറന്നുപോയി. അപ്പോൾ കേട്ടുകൊള്ളൂ വിദന്ത, ഞാൻ മറ്റൊരു കാര്യം പറയാം. ഞാനൊരു സന്ദേശം തരാം, അത് ചക്രവർത്തിയെ അറിയിച്ചാൽ മതി. അപ്പോൾ വിദന്തൻ പറഞ്ഞു, അതാണ് നല്ലത്. എന്താണ് സന്ദേശം? സന്ദേശം ഞാൻ പറഞ്ഞു തരുന്നു. ജരാസന്ധ ചക്രവർത്തിയോട് പറയണം, കൃഷ്ണൻ വാസുദേവൻ പറഞ്ഞിരിക്കുന്നു, ഒരിക്കൽ ഗോമന്തകത്തിൽ വെച്ച് ഞാൻ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ഇനി ഒരിക്കൽ കൂടി അതിന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് വിദന്തനെ ഒന്ന് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് കൃഷ്ണൻ പറഞ്ഞു, വിദന്ത, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ഇതുകൂടി പറയണം. അപ്പൊ വിദന്തൻ ചോദിച്ചു, എന്താ പറയേണ്ടത്? ഇപ്പോൾ തന്നെ കൃഷ്ണനെ കണ്ടില്ലെങ്കിൽ പിന്നെ ജരാസന്ധ ചക്രവർത്തി നിങ്ങളെ രക്ഷിക്കാൻ ഈ ലോകത്താർക്കും കഴിയില്ല. വിദന്തം പരിഭ്രമിച്ചു പോയി. വിദന്തം പറഞ്ഞു, അയ്യോ, ചക്രവർത്തി തിരുമനസിന്റെ മുഖത്ത് നോക്കി, അങ്ങിങ്ങനെ പറഞ്ഞെന്ന് പറ്റിൽ ഞാൻ പറഞ്ഞാൽ പോലും എൻ്റെ ശിരസ് ഇവിടെ കാണുകയില്ല. എന്നാൽ സഹദേവനെ വിളിക്കൂ, യുവരാജാവിനെ. വിദന്തന് മനസ്സിലായി കാര്യമെന്തോ ഭയങ്കര ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് വിദന്തൻ പറഞ്ഞു, ഞാൻ യുവരാജാവിനെ വിളിക്കാം.
അങ്ങനെ വിദന്തൻ യുവരാജാവായ സഹദേവന്റെ അടുക്കലേക്ക് ചെന്നു. സഹദേവനെ വിളിച്ചുണർത്തി. സഹദേവൻ പെട്ടെന്ന് പരിഭ്രമിച്ചു. സഹദേവൻ പറഞ്ഞു, എന്താ വിദന്ത, എന്താണ് ഈ അർദ്ധരാത്രിക്ക്? അപ്പോൾ വിദന്തം പറഞ്ഞു, ക്ഷമിക്കണം, അങ്ങയെ കാണണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട്, ചക്രവർത്തിയെ കാണണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് കൃഷ്ണ വാസുദേവൻ വന്നു നിൽക്കുന്നു. പെട്ടെന്ന് സഹദേവന്റെ ഉറക്കമെല്ലാം പോയി. സഹദേവൻ ഒന്ന് പരിഭ്രമിച്ചു. എന്ത്, കൃഷ്ണ വാസുദേവനോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെ, സത്യമാണ് യുവരാജാവേ. അപ്പോൾ പറഞ്ഞു, അർദ്ധരാത്രി ശത്രുവിന്റെ പാളയത്തിൽ അവൻ തനിച്ചാണോ? അപ്പോൾ പറഞ്ഞു, ഉദ്ധവനും കൂടെയുണ്ട്. അങ്ങനെ വരാൻ എന്താ ധൈര്യം വന്നത്? ഇവൻ ഒരു അസാധാരണ മനുഷ്യനാണല്ലോ. അപ്പോൾ പറഞ്ഞു, വരുന്നു, ഞാൻ വരുന്നു, അവനെ കാണാൻ വരുന്നു എന്ന് പറയൂ. അങ്ങനെ വിദന്തൻ വന്നിട്ട് പറഞ്ഞു, യുവരാജാവ് ഉടൻ വരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ യുവരാജാവ് ജരാസന്ധന്റെ മകൻ വന്നു. അപ്പോൾ കൃഷ്ണനോട് വളരെ നീരസത്തിൽ ചോദിച്ചു, കൃഷ്ണ, എന്തിനാണ് നീ ഈ അർദ്ധരാത്രിക്ക് ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പോൾ പറഞ്ഞു, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അപ്പൊ സഹദേവൻ ചോദിച്ചു, എന്താ പറയാനുള്ളത്? പറയാനുള്ളത് യുവരാജാവേ, നിങ്ങളോടല്ല, ജരാസന്ധ ചക്രവർത്തിയോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞു, ചക്രവർത്തിയോടോ? ചക്രവർത്തിയോട് നീ അർദ്ധരാത്രിക്ക് വിളിച്ചുണർത്തി എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, നോക്കൂ യുവരാജാവേ, ഞാൻ ചക്രവർത്തിയുടെ സുഹൃത്തല്ല, തിരിച്ച് ചക്രവർത്തി എൻ്റെയും സുഹൃത്തല്ല. നിങ്ങൾക്ക് ഭയമുണ്ടോ എന്നെ അകത്തേക്ക് കൊണ്ടുപോകാൻ? നോക്കൂ, ഞാൻ നിരായുധനായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരു വാളുണ്ട്, അത് ഞാൻ ഈ ഉദ്ധവനെ ഏൽപ്പിക്കുന്നു. എല്ലാ ആയുധങ്ങളും ഇല്ലാതെ, യാതൊരു ആയുധവുമില്ലാതെ ഞാൻ ചക്രവർത്തിയെ കാണാൻ വരികയാണ്. നിങ്ങൾക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകാം. അപ്പോൾ ചോദിച്ചു, അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണോ കൃഷ്ണ നീ വന്ന കാര്യം? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, പിന്നെ ഈ അർദ്ധരാത്രിക്ക് പിന്നെ ഞാൻ എന്തിനാണ് വന്നത്? ഞാൻ ഇതിനു വേണ്ടി തന്നെയാണ് വന്നത്. അപ്പോൾ സഹദേവൻ പറഞ്ഞു, ഒരു നിമിഷം നിൽക്കൂ, ഞാൻ ചക്രവർത്തിയെ കണ്ടിട്ട് വരട്ടെ. സഹദേവൻ ചക്രവർത്തിയെ കാണാൻ പോയപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, ഒറ്റയ്ക്ക് പോകണമെന്ന് എന്താ ഇത്ര നിർബന്ധം? കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഒറ്റയ്ക്ക് പോകാം, അകത്തെനിക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ നീയെങ്കിലും രക്ഷപ്പെടട്ടെ. ഉദ്ധവന്റെ മുഖം ചുവന്നു. കൃഷ്ണ, കൃഷ്ണനെ ആപത്തിൽ തള്ളിവിട്ടിട്ട് ഞാൻ രക്ഷപ്പെടാനോ? കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു തമാശ പറഞ്ഞതാണ്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ കാണണം ഉദ്ധവ, നീ ഇവിടെ തന്നെ നിന്നുകൊള്ളൂ. അല്പം കഴിഞ്ഞപ്പോൾ സഹദേവൻ ജരാസന്ധനെ വിളിച്ചുണർത്തി. ജരാസന്ധൻ ചോദിച്ചു, എന്താ സഹദേവ? ജരാസന്ധനോട് പറഞ്ഞു, പിതാശ്രീ, എനിക്കറിയില്ല, കൃഷ്ണൻ വന്നിരിക്കുന്നു. കൃഷ്ണൻ എന്ന വാക്ക് കേട്ടതും ജരാസന്ധന്റെ ഉറക്കം പമ്പ കടന്നു. ജരാസന്ധൻ പറഞ്ഞു, കൃഷ്ണനോ? അർദ്ധരാത്രിക്കോ? അതെ, അർദ്ധരാത്രിക്ക് വന്ന് അങ്ങയെ കാണണമെന്ന് വാശി പിടിക്കുന്നു. ജരാസന്ധൻ പറഞ്ഞു, ഈ അർദ്ധരാത്രിക്ക് എന്നെ കാണണമെന്ന് വാശി പിടിക്കുന്നു, അവന്റെ കയ്യിൽ ആയുധമുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഉള്ള ഒരേ ഒരു വാള് കൂടെ വന്ന ഉദ്ധവനെ ഏൽപ്പിച്ചു. നിരായുധനായി അങ്ങയെ കാണാൻ വരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണല്ലോ ഈ കൃഷ്ണൻ. ഇവൻ സിംഹത്തെ അതിൻ്റെ മടയിൽ കയറി ആക്രമിക്കാൻ വരുന്നത് പോലെയാണല്ലോ. ഈ ജരാസന്ധ ചക്രവർത്തിയുടെ മുന്നിൽ പകൽ പോലും ആരും വന്നു നിൽക്കാൻ ധൈര്യം കാണിക്കില്ല. അപ്പോൾ ഇവൻ അർദ്ധരാത്രിക്ക് വരണമെന്ന് പറയുന്നു. എന്തായിരിക്കും സഹദേവ? സഹദേവൻ പറഞ്ഞു, ഒരു പിടിയും കിട്ടുന്നില്ല, അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണെന്നാണ് പറഞ്ഞത്. അവനെ കൂട്ടിക്കൊണ്ടുവരൂ. സത്യത്തിൽ ജരാസന്ധൻ ഒരു ചെറിയ പരിഭ്രമം വന്നു. സഹദേവൻ വന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, അകത്തേക്ക് കയറി വരൂ. അങ്ങനെ കൃഷ്ണൻ അകത്തേക്ക് കയറി ചെന്നു. ജരാസന്ധൻ തന്റെ കിടക്കയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നോക്കി, പ്രായമായെങ്കിലും ജരാസന്ധന്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇപ്പോഴും ആള് കരുത്തനാണ്, കുറച്ചൊന്ന് തടിച്ച് ചീർത്തിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ കൃഷ്ണനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു സഹദേവൻ. കൃഷ്ണൻ അവിടെ ഇരുന്നു. ആരും അല്പനേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ജരാസന്ധൻ ചോദിച്ചു. ജരാസന്ധന് വന്ന ഒരു ചെറിയ ഭയം അത് മറച്ചു വെച്ചിട്ട് ജരാസന്ധൻ ചോദിച്ചു, അല്ല, നീ എന്തിനാണ്
എന്നെ കാണാൻ വേണ്ടി വന്നത്? അപ്പോൾ ജരാസന്ധനോട് കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ ജരാസന്ധ ചക്രവർത്തി, അങ്ങ് എന്നെ തേടി ഗോമന്തകത്തിൽ വന്നു, പക്ഷേ അങ്ങേക്ക് എന്നെ കിട്ടിയില്ല. അങ്ങ് എന്നെ തേടി മധുരയ്ക്ക് വന്നു, അപ്പോഴും എന്നെ കിട്ടിയില്ല. ഇപ്പെന്താ, ഈ കൃഷ്ണൻ അങ്ങയെ തേടി അങ്ങയുടെ മുന്നിൽ നിരായുധനായിരിക്കുകയാണ്. എന്ത് വേണമെങ്കിലും ആകാമല്ലോ. ജരാസന്ധന് ഈ മറുപടി വല്ലാത്ത പരിഭ്രമമാണ് ഉണ്ടാക്കിയത്. ഇവൻ എന്താണ് പറയുന്നത്? കൃഷ്ണൻ വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ തേടി നടക്കുകയല്ലേ, ഗോവന്തകത്തും വന്നില്ലേ, മധുരയിലും വന്നില്ലേ, ദാ കൃഷ്ണൻ അങ്ങയുടെ കയ്യെത്തും ദൂരത്ത് നിരായുധനായിരിക്കുന്നു. അപ്പൊ ജരാസന്ധൻ പറഞ്ഞു, കൃഷ്ണ നീ എനിക്ക് ശത്രുവാണ്, ശത്രു തന്നെയാണ് നീ എനിക്ക്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അതെ എനിക്കറിയാം, ഞാൻ മിത്രമാകാൻ വന്നതുമല്ല. അപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, പിന്നെ നീ എന്തിനാണ് വന്നത്? അപ്പോൾ പറഞ്ഞു, അത് ഈ വിദന്ധനും സഹദേവനും കേൾക്കണമെന്ന് നിർബന്ധമുണ്ടോ ചക്രവർത്തി? അത് അങ്ങാണ് തീരുമാനിക്കേണ്ടത്. ചക്രവർത്തി തന്റെ കണ്ണുകൊണ്ട് അവരോട് പുറത്തു പോകാൻ പറഞ്ഞു. അവരാകട്ടെ പുറത്ത് കടന്നിട്ടും ചക്രവർത്തിയുടെ വാതിലിന്റെ അടുക്കൽ ജാഗരൂകരായി നിന്നു. ഊരിപ്പിടിച്ച വാളുമായി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഉടനെ നമുക്കകത്തേക്ക് ചാടി വീഴണം. ജരാസന്ധൻ കൃഷ്ണനെ നോക്കി, കൃഷ്ണൻ ജരാസന്ധനെയും നോക്കി. രണ്ട് കൊടും ശത്രുക്കൾ ഒന്നിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് രാധാറാണി ഞെട്ടി ഉണരുകയാണ്. ഞെട്ടി ഉണർന്നിട്ട് രാധാറാണി വിളിച്ചു, കൃഷ്ണ. ആ വിളി മൈലുകൾ താണ്ടി കൃഷ്ണന്റെ ചെവിയിലെത്തി. കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചു. കൃഷ്ണൻ ഉള്ളുകൊണ്ട് രാധയോട് സംവദിച്ചു, പേടിക്കണ്ട രാധേ. അതേ. അതിനുശേഷം കൃഷ്ണൻ ജരാസന്ധനെ നോക്കി. ജരാസന്ധൻ തീഷ്ണഭാവത്തിൽ നോക്കി. രണ്ടുപേരുടെയും കണ്ണുകളടഞ്ഞു. രണ്ട് നിതാന്ത ശത്രുക്കൾ. കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി തേടി നടന്ന ജരാസന്ധൻ, ആ ജരാസന്ധന്റെ മുന്നിൽ തൻ്റെ ആ മകളുടെ ഭർത്താവായ കംസനെ വധിച്ച കൃഷ്ണൻ നിരായുധനായിരിക്കുന്നു. കൊടും ശത്രുക്കളുടെ സംഗമം. എന്തിനായിരിക്കും ഈ അർദ്ധരാത്രിക്ക് കൃഷ്ണൻ വന്നിരിക്കുന്നത്? അതും ശത്രുവിന്റെ പാളയത്തിൽ തന്നെ കൊല്ലാനായി നടക്കുന്നവന്റെ മുന്നിൽ നിരായുധനായി, ഒരായുധവും എടുക്കാതെ കൃഷ്ണൻ എന്തിനായിരിക്കും വന്നിരിക്കുന്നത്? എന്താണ് ഇപ്പൊ ജരാസന്ധന്റെ മനസ്സിൽ? രോമങ്ങൾ എഴുന്നു നിൽക്കുന്ന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. അതെ, രോമങ്ങൾ എഴുന്നു നിൽക്കുന്ന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ആ സമയത്ത് വീണ്ടും കൃഷ്ണൻ കേൾക്കുകയാണ് രാധയുടെ വിളിയും, കൃഷ്ണ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.